Reactivity series. The series obtained by arranging metals in the decreasing order of their reactivity. അവരുടെ റിയാക്ടിവിറ്റിക്ക് പ്രതികരണ ശേഷിക്കനുസരിച്ച് മെറ്റൽസിനെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സീരീസിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ, ലോസിങ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അത് ആനോഡിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ റിഡക്ഷൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ടേക്ക് പ്ലേസ് അറ്റ് കാഥോഡ്. റിഡക്ഷൻ എന്ന് പറയുന്ന ഇലക്ട്രോൺസിനെ നേടുകയാണ് റിഡക്ഷൻ എന്ന് പറയുന്ന. ഓക്സിഡേഷൻ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ആനോഡിൽ നടക്കുന്നതാണ്. റിഡക്ഷൻ കാഥോഡിൽ നടക്കുകയാണ്. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും ടേക്സ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുപോലെ നടക്കുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. റിഡോക്സ് പ്രവർത്തനം എന്ന് വിളിക്കാം. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി വൈദ്യുതി കടത്തി വിടുമ്പോൾ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച്, രാസമാറ്റം സംഭവിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിൽ, ആ പ്രോസസ്സിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി. ഇനി ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ മുകളിലായി വേറൊരു മെറ്റലിനെ കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന രീതിയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ മെറ്റൽ. ഇനി ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓൺ ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷന് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ലായനി, NaCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലായനി, അതിനെ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ Cl2 ഇസ് കളക്റ്റഡ് അറ്റ് ആനോഡ്. ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്നത് Cl2 ആണ്. ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്ന ആരാണ്? ക്ലോറിൻ. ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്ന ആരാണ്? Cl2 ആണ്. ആനോഡിൽ NaCl സൊല്യൂഷനിൽ ആനോഡിൽ കളക്ട് ചെയ്യപ്പെടുന്നത് Cl2 ആണ്. കാഥോഡിൽ അപ്പോൾ കളക്ട് ചെയ്യപ്പെടുന്നത് H2മാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽസ് റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ? ചൂടുവെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏത്? Au ഗോൾഡ്, Cu കോപ്പർ, Ag സിൽവർ, Mg മഗ്നീഷ്യം. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആരാണ്? മഗ്നീഷ്യം, Mg ആണ്. നെയിം ദി പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് അറ്റ് ദി കാഥോഡ് വെൻ NaCl സൊല്യൂഷൻ ഈസ് ഇലക്ട്രോളൈസ്ഡ്. NaCl സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് ലായനി ഇലക്ട്രോളൈസ്ഡ് ചെയ്യുമ്പോൾ, വൈദ്യുതി കടത്തി വിടുമ്പോൾ കാഥോഡിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? നമ്മൾ മുമ്പ് പഠിച്ചു. Cl2 ആനോഡിലും H2 കാഥോഡിലുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആരാണ് ആൻസർ? H2 ആണ് കാഥോഡിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. Cl2 ആനോഡിൽ ഉണ്ടാകുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് മെറ്റൽസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl? ഡൈല്യൂട്ട് HCl, നേർപ്പിച്ച HClലുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽ ഇതിലേതാണ്? അലൂമിനിയം, Cu കോപ്പർ, Fe അയൺ, K പൊട്ടാസ്യം. ആരാണ് ഡൈല്യൂട്ട് HClലുമായിട്ട് റിയാക്ട് ചെയ്യാത്തത്? Cu കോപ്പർ ആണ്. വിച്ച് ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ ആൻ അയൺ റിംഗ്? അയൺ റിങ്ങിൻ്റെ മണ്ടയിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ആയിട്ട് കോപ്പറിനെ ചെയ്യണമെങ്കിൽ ഏത് ഇലക്ട്രോലൈറ്റാണ് ഉപയോഗിക്കുന്നത്? FeSO4 ഉണ്ട്, AgNO3 ഉണ്ട്, ZnSO4 ഉണ്ട്, CuSO4 ഉണ്ട്. അപ്പോൾ ഏതാണ്? കോപ്പറിനെയാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നത് അയൺ റിങ്ങിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഏതാണ് ഉപയോഗിക്കുന്നത്? CuSO4, കോപ്പർ സൾഫേറ്റ്. ഏതാണ്? CuSO4. അടുത്തത് വിച്ച് ഇസ് ദി ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ടു ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ഓൺ എ റിങ്? ഒരു റിങ്ങിന് വേണ്ടി സിൽവറിനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നത്? ഏതാണ്? AgNO3, സിൽവർ നൈട്രേറ്റ്. ഏതാണ്? AgNO3. സിൽവറിനെയാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏത് ഇലക്ട്രോലൈറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്? AgNO3. കോപ്പർ ആണെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? CuSO4. വാട്ട് ഈസ് ദി എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഗാൽവനിക് സെല്ല്? ഊർജ്ജമാറ്റം ഗാൽവനിക് സെല്ലിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം, എനർജി ചേഞ്ച് എങ്ങനെയാണ്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക് എനർജി. എങ്ങനെയാണ്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക് എനർജി ആയിട്ടാണ് മാറുന്നത്. ഗാൽവനിക് സെല്ലിൽ എങ്ങനെയാണ് എനർജി ചേഞ്ച് നടക്കുന്നത്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ചോദ്യം, അയൺസ് ആർ ദി കറന്റ് കാരിയേഴ്സ് ഇൻ ഇലക്ട്രോലൈറ്റ്സ്. NaCl in its solid state is not an electric conductor.
NaCl ഖരാവസ്ഥയിലാണെങ്കിൽ വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. ബട്ട് മോൾട്ടൺ NaCl ഉരുകിയ NaCl ആണെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുണ്ട്. ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഗീവ് റീസൺ. ഇൻ ദി സോളിഡ് സ്റ്റേറ്റ് ദി അയോൺസ് ആർ ടൈറ്റ്ലി ഹെൽഡ്. ഖരാവസ്ഥയിലിരിക്കുന്ന സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന അയോണുകളെല്ലാം മുറുകെ ടൈറ്റ്ലി ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. സോ ദേ ഹാവ് നോ ഫ്രീഡം ടു മൂവ്. അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യുവാൻ സാധിക്കില്ല. ബട്ട് ഇൻ ദി അക്യൂസ് ഓർ മോൾട്ടൺ സ്റ്റേറ്റ് ഉരുകിയ നിലയിലോ അല്ലെങ്കിൽ ലൈനി രൂപത്തിലോ ഇരിക്കുന്ന NaCl ആണെങ്കിൽ അയോൺസ് എല്ലാം എന്താണ്, ഫ്രീ ആണ്. അവർക്ക് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് മോൾട്ടൺ NaCl അല്ലെങ്കിൽ അക്യൂസ് NaCl ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതും സോളിഡ് സ്റ്റേറ്റ് ഖരരൂപത്തിലുള്ള NaCl ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തതും. അടുത്ത ചോദ്യം, വാട്ട് ആർ ദി പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് അറ്റ് ദി ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിങ് ദി ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl? മോൾട്ടൺ NaClൻ്റെ കേസിൽ ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നാണ്. ശ്രദ്ധിച്ചോളുക. ഉരുകിയ NaCl മോൾട്ടൺ NaCl കാഥോഡിൽ എണ്ണയും ആനോഡിൽ Cl2 ആണ്. മോൾട്ടൺ NaCl കാഥോഡിൽ എണ്ണയും ആനോഡിൽ Cl2മാണ്. അടുത്ത ചോദ്യം, ഇഫ് ദി അക്യൂസ് സൊല്യൂഷൻ ഓഫ് NaCl ഈസ് ഇലക്ട്രോളൈസ്ഡ്. അക്യൂസ് സൊല്യൂഷൻ ഓഫ് NaCl ഇലക്ട്രോളൈസ്ഡ് ചെയ്യുവാണെങ്കിൽ എന്താണ് ഓരോ ഇലക്ട്രോഡിലും ആനോഡിലും കാഥോഡിലും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന്? കാഥോഡിൽ H2 ആണ്. അക്യൂസ് സൊല്യൂഷനാണ്. അക്യൂസ് സൊല്യൂഷൻ ആകുമ്പോൾ അതെന്താണ്, വാട്ടർ ആഡ് ചെയ്തുള്ളതല്ലേ. അപ്പോൾ അവിടെ കാഥോഡിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് H2 ആണ്. ഹൈഡ്രജൻ H2 ആണ്. ആനോഡിൽ ഉണ്ടാകുന്നത് Cl2 ആണ്. എന്താണ്, ആനോഡിൽ Cl2. അപ്പോൾ രണ്ട് കേസിൽ മോൾട്ടൺ NaClലും അക്യൂസ് സൊല്യൂഷൻ ഓഫ് NaClലും ആനോഡിൽ Cl2 ആണ്. ഇനി അക്യൂസ് സൊല്യൂഷൻ ആണെങ്കിൽ കാഥോഡിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് H2 ഹൈഡ്രജൻ ആണ്. ഇനി മോൾട്ടൺ NaCl ആണെങ്കിൽ കാഥോഡിൽ Na ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. മോൾട്ടൺ NaClലും അക്യൂസ് സൊല്യൂഷൻ ഓഫ് NaClലും ആനോഡ് സെയിം ആണ്. Cl2 ആണ് പ്രോഡക്റ്റ്. ഇനി കാഥോഡിൽ ഉണ്ടാകുന്നത് വ്യത്യാസമുള്ളൂ. അതിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അക്യൂസ് NaCl ആണെങ്കിൽ കാഥോഡിൽ H2 ആണ്, ഹൈഡ്രജൻ ആണ്. മോൾട്ടൺ NaCl ആണെങ്കിൽ അത് Na-യുമായിരിക്കും. അടുത്ത ചോദ്യം, ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് വൺ ഓഫ് ദി പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോളിസിസ്. കോപ്പർ ക്യാൻ ബി കോട്ടഡ് ഓൺ ആൻ അയൺ ബാങ്കിൾ ബൈ ദിസ് പ്രോസസ്. ഈ ചോദ്യം, വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നാണ്. ഇപ്പോൾ കോപ്പർ നമ്മൾ അയൺ ബാങ്കിളിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്ന മെറ്റൽ എന്താണ്, അയൺ ബാങ്കിളാണ്. എന്താണ്, അയൺ ബാങ്കിളാണ്. വിച്ച് ഇസ് ദി ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഇവിടെ കോപ്പറാണ് നമ്മൾ അയൺ ബാങ്കിളിൽ കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്താണ്? CuSO4 സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. റൈറ്റ് വൺ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്. ആനോഡൈസിങ്. എന്താണ്, ആനോഡൈസിങ്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ് എഴുതാൻ പറഞ്ഞാൽ ആനോഡൈസിങ് എഴുതുകയാണ്. അതുപോലെ തന്നെ കോപ്പർ അയൺ ബാങ്കിളിൽ കോട്ട് ചെയ്യുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വിളിക്കുന്നു. ഈ ഇലക്ട്രോപ്ലേറ്റിംഗിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുന്ന മെറ്റൽ അയൺ ബാങ്കിളായിരിക്കും. അതുപോലെ തന്നെ കോപ്പറാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. വിച്ച് ഇസ് ദി റോങ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഏതാണ് റോങ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. A 1s2 2s2 2p6 അത് കറക്റ്റായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. B 1s2 2s2 2p6 3s2 അതും കറക്റ്റാണ്. C 1s2 2s2 2p6 3s2 3p6 4s1 3d10 അതും ശരിയായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇത് ആറ് കേസാണ്. കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇത്. അടുത്തത് 1s2 2s2 2p6 3s2 3p6 3d4 4s2 കറക്റ്റാണോ? ഇത് കൂട്ടി നോക്കിയാൽ 24 അറ്റോമിക് നമ്പർ വരുന്നത്. 24 അറ്റോമിക് നമ്പർ വരുന്നെങ്കിൽ അത് ക്രോമിയമാണ്. അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? 3d5 4s1 3d5 4s1 എന്നായിരിക്കണം ക്രോമിയത്തിൻ്റെ
സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇതാ തെറ്റെന്നല്ലേ, കാരണം എന്താണ് 4s കഴിഞ്ഞിട്ട് ആ 3D വന്നതെന്ന് വിചാരിക്കും. പക്ഷേ അല്ല. എന്താണ് തെറ്റ്? 3D 4s2 വന്നിരിക്കുന്ന ഈ D ആണ് തെറ്റായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. കാരണം അറ്റോമിക് നമ്പർ 24 24 ആണെങ്കിൽ ക്രോമിയോ ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? 1s2 2s2 2p6 3s2 3p6 3d5 4s1 എന്നായിരിക്കണം വരുന്നത്. ഇത് കോപ്പറിൻ്റെ ആണ്. അടുത്തൊരു കേസാണ് നോബിൾ ഗ്യാസ് വെച്ചുകൊണ്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ 21 അറ്റോമിക് നമ്പർ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആർഗണാണ്. ആർഗൻ്റെ അറ്റോമിക് നമ്പർ 18 അപ്പോൾ 18 വരെയുള്ളത് ആർഗണിൽ വരും. ബാക്കിയാണ് 3 ഇലക്ട്രോൺസ്. അതാണ് നമ്മൾ 4s2ലും 3d1ലുമായിട്ട് എഴുതി കാണിക്കുന്നത്. ഇനി കാൽസ്യത്തിൻ്റെ നോക്കാം. കാൽസ്യം 20 അറ്റോമിക് നമ്പർ. അപ്പോൾ ആർഗൺ നമുക്ക് എഴുതാം, കാരണം 18 18 വരെയുള്ളത് ആർഗണിൽ പോവും. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. അതിനി അടുത്തത് 3D ആണോ 4s ആണോ വരുന്നത്? 4s ആണ്. കാരണം 3p കഴിഞ്ഞ് എനർജി കുറവുള്ളത് ആർക്കാണ്? 4sനാണ്. അപ്പോൾ ബാക്കി 2 ഇലക്ട്രോൺ 4sലാണ് ഇരിക്കുന്നത്. ഇനി മഗ്നീഷ്യം. മഗ്നീഷ്യം എന്ന് പറയുന്നത് 12 അപ്പോൾ അതിന് പറ്റിയ നോബിൾ ഗ്യാസ് ഏതാണ്? നിയോൺ ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിയോൺ എഴുതുക. നിയോൺ എത്ര ആണ്? 10 ബാക്കി 2 ഇലക്ട്രോണും കൂടെ അല്ലേ ഉള്ളൂ. അത് നമ്മൾ സബ്ഷെല്ലിൽ കാണിക്കുന്നു. 3s2. ഇങ്ങനെയാണ് നോബിൾ ഗ്യാസ് വെച്ച് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. നിയോൺ സംശയമുണ്ടോ? 1s2. നിയോണിൻ്റെ എങ്ങനെ വരും? 1s2 2s2 2p6 എന്ന് വരെ നിയോണിൻ്റെ കേസിൽ വരും. അപ്പം അത്ര എന്താണ് നമുക്ക് നിയോണിൽ കാണിക്കാം. ഇപ്പം നിയോൺ എഴുതിയാൽ മതി, ബ്രാക്കറ്റ് എഴുതുക. ബാക്കി ഇനി എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. അത് കഴിഞ്ഞ് ആരാ വരുന്നത്? 3s2 ആണ് വരുന്നത്. അങ്ങനെ മഗ്നീഷ്യത്തിൻ്റെയും നോബിൾ ഗ്യാസ് വെച്ച് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. കൊബാൾട്ടിൻ്റെ 18 ആർഗൺ വരും. 18 ഇലക്ട്രോൺസ് ആർഗണിൻ്റെ ഇതിൽ നമുക്ക് നോബിൾ ഗ്യാസിൻ്റെ കേസിൽ കാണിക്കാം. ബാക്കി ഇനി എത്ര ആണ് വരുന്നത്? 9 ഇലക്ട്രോൺസാണ് വരുന്നത്. അതെവിടെ വരും? 3d7 4s2 3d7 4s2 4s2. അപ്പോൾ ഇങ്ങനെയാണ് നോബിൾ ഗ്യാസ് വെച്ച് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ആർഗൻ്റെയും നിയോണിൻ്റെയും കേസ് പഠിച്ചോളുക. ആർഗണ് 18 അറ്റോമിക് നമ്പർ. ബാക്കി ഇലക്ട്രോൺസ് നമ്മൾ അടുത്തടുത്ത ഷെല്ലായിട്ട് എഴുതുന്നു. നിയോൺ എന്ന് പറയുന്നത് 10 അറ്റോമിക് നമ്പർ. അപ്പോൾ 10 വരെ ഉള്ളത് അതിൽ ഉൾക്കൊള്ളും. ബാക്കി ഇലക്ട്രോൺസ് ആണ് നമ്മൾ പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളുക. ഈ സ്കാൻഡിയം കാൽഷ്യം ഇവയ്ക്കൊക്കെയാണ് നമ്മൾ ആർഗൺ ഉപയോഗിക്കുന്നത്. ചെറിയ 12 അവരൊക്കെ നമ്മൾ നിയോൺ ഉപയോഗിച്ചാൽ മതിയാവും. A 1s2 2s2 2p6 3s2 B 1s2 2s2 2p5 അങ്ങനെ കുറച്ച് അൺറിയൽ സിമ്പിൾസ് തന്നിട്ടുണ്ട്. അവരുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഹാസ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? ആർക്കാണ് ഇതിൽ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി, ഉയർന്ന അയോണീകരണ ഊർജ്ജമുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ആർക്കാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എനർജി ഉള്ളത്? ഏത് ബ്ലോക്ക് എലമെൻസിനാണ്? പി ബ്ലോക്ക് എലമെൻസിനാണ് അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജ്ജം കൂടുതലുള്ളത്. അതിൽ 13 മുതൽ 18 വരെയുള്ളവരെയാണ് പി ബ്ലോക്ക് എലമെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ 13ലുള്ള ആൾക്കാളും കുറച്ചുകൂടെ എനർജി കൂടുതൽ 14ാമത്തെ ഗ്രൂപ്പിനായിരിക്കും. അങ്ങനെ കൂടിക്കൂടിയായിരിക്കും 18നായിരിക്കും ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം അയണൈസേഷൻ എനർജി കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജമുള്ള ആൾ ആരാന്ന് കണ്ടുപിടിക്കുക. ഇവിടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് കുറേ ഉണ്ട്. അത് ഏതൊക്കെയാ? സി എന്താണ്? 1s2 2s2 2p6 3s2 3p2. സി ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ബി ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഇ ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. എഫ് ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണ് ഇരിക്കുന്നത്? പി സബ്ഷെല്ലാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ബി സി ഡി ഇ എഫ് എല്ലാം എന്താണ്? ബി സി ഡി ഇ
എഫ് എല്ലാം പി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നതാണ്. ഇവര് പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഇനി ഇവരുടെ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിന് പി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ കൂടെ 12 കൂട്ടിയാണ് നമ്മൾ പി ഗ്രൂപ്പ് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നത്. ഇപ്പൊ ബിയിൽ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ അതിൻ്റെ കൂടെ 12 കൂടെ കൂട്ടുമ്പോൾ 17 കിട്ടും. സിയിൽ 2 ഇലക്ട്രോൺസ് ആണ് പി സബ്ഷെല്ലിലുള്ള, അതിൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ 14 കിട്ടും. ഡി അങ്ങനെ 16 കിട്ടും. ഇയിൽ 6 ഇലക്ട്രോൺസ് ആണ്, അങ്ങനെ 12 കൂട്ടുമ്പോൾ 18 കിട്ടും. എഫിൽ അവസാനത്തെ സബ്ഷെല്ലായ പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ്, അങ്ങനെ അത് 15 കിട്ടി. ഇനി നോക്കേണ്ടതിൽ ഇവരിൽ ആർക്കാണ് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം കൂടുതലാണ്. അപ്പം പറഞ്ഞു 13 കഴിയുമ്പോൾ ഓരോ ഗ്രൂപ്പ് കഴിയും തോറും എന്ത് സംഭവിക്കുന്നു, അയണീകരണ ഊർജം അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി കൂടിക്കൂടിയാണ് വരുന്നത്. സോ ആർക്കാണ് ഇവിടെ അയണീകരണ ഊർജം അല്ലെങ്കിൽ ഹയസ്റ്റ് അയണൈസേഷൻ എനർജി? 18ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ഇ എന്ന് പറയുന്ന ഈ മൂലകത്തിനാണ് എന്ത് ഹയസ്റ്റ് അയണൈസേഷൻ എനർജി കാണപ്പെടുന്നത്. ബി, വിച്ച് എലമെന്റ് ഹാസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2? ഓക്സിജൻ അവസ്ഥ +2 വരുന്ന എലമെന്റ് ഏതാണ്? അപ്പം ഞാൻ ഇവിടെ കുറച്ചേറെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ എലമെന്റ് ചിലപ്പോൾ +2 ഓക്സീകരണ അവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. പരീക്ഷയ്ക്ക് നിങ്ങളോട് ഒരെണ്ണം കാണത്തുള്ളൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാണും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക, അതിന് വേണ്ടി നിങ്ങൾ ഇതുപോലെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിൻ്റെ എഴുതണം. ഇതറിയാലോ, ഒരു സബ്ഷെല്ലിൽ ആദ്യത്തെ സബ്ഷെല്ലായ ഇതിൽ 2 ഇലക്ട്രോൺ, അപ്പോൾ 2, അടുത്തതാണ് രണ്ടാമത്തെ സബ്ഷെല്ല്, അതിനകത്ത് മൊത്തത്തിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, 8. പിന്നെ മൂന്നാമത്തെ സബ്ഷെല്ലിൽ മൊത്തത്തിൽ 2 ഇലക്ട്രോൺ. ഇവിടെ അതുപോലെ തന്നെ ആദ്യത്തെ സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുള്ള 2, അടുത്ത സബ്ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. ഈ മുകളിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടിയാൽ നമുക്ക് ഇത് എഴുതാൻ സാധിക്കും. അങ്ങനെ ഓരോത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് ആരാ കാണിക്കുന്നത്? ആ ഓക്സിജൻ അവസ്ഥ ആരാ കാണിക്കുന്നുണ്ട്? എയും കാണിക്കുന്നുണ്ട്, ജിയും കാണിക്കുന്നുണ്ട് അല്ലേ? എയ്ക്കും ജിക്കും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തിനാ അവർ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കുന്നത്? കാരണം അവർക്ക് സ്റ്റേബിൾ ആവാൻ, സ്ഥിരത കൈവരിക്കാൻ. അപ്പോൾ ആരൊക്കെയാണ്? എയും ജിയും. ഇത് നോക്കിയാൽ മതി, 282 2882. അപ്പോൾ സ്ഥിരത കൈവരിക്കുക അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൈവരിക്കുക ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഉള്ള ആരൊക്കെയാണ്? എയും ജിയുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് എലമെന്റ് ഹാസ് 5 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെല്ല്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹിതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് വരുന്നത് ഏത് എലമെന്റിന്റെ കേസിലാണ്? ഏതിലാണ്? എഫ്. ഏതാണ്? എഫ്. അതിനാണ് നിങ്ങളോട് ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിൻ്റെയും ഇങ്ങനെയും കൂടെ 284 280 ഇതും കൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്താ ചെയ്യും, ഇതിൻ്റെ ഉത്തരം ബി എന്ന് എഴുതും. ആണോ? അല്ല. ഇവിടെ എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ല്, ബാഹിതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ബി എഴുതി വെച്ചാൽ ഉത്തരം തെറ്റും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയും കൂടെ എഴുതി വെക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. വിച്ച് ഈസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏതൊക്കെയാണ്? അപ്പോൾ വാലൻസി 2 വരുന്ന ആൾക്കാർ, സംയോജിത 2 വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലെ ആർക്കൊക്കെയാണ് സംയോജികത 2 വരുന്നത്? എയ്ക്കും ജിക്കുമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെയും കൂടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ്? എയും ജിയും. ഇവരെന്താ? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്താണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്, എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഗ്രൂപ്പ് 2 ആണ്. അപ്പോൾ ഗ്രൂപ്പ് 2 വരുന്നതിൻ്റെ വാലൻസി എല്ലാം 2 വരുന്ന മൂലകങ്ങളെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് 1 വരുന്ന എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ അവരുടെ വാലൻസി 1 ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആ കാണപ്പെടുന്നത്, വാലൻസി 1 ആണെങ്കിൽ അവർ ഗ്രൂപ്പ് 1 ആയിരിക്കും, ആൽക്കലി മെറ്റൽസ് ആയിരിക്കും, ആൽക്കലി ലോഹങ്ങളായിരിക്കും. ഇനി വാലൻസി 2, എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണെങ്കിൽ അവർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിരിക്കും, അവർ ഗ്രൂപ്പ് 2 ആയിരിക്കും. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഏത് എലമെന്റിലാണ് 4 ഇലക്ട്രോൺസ് ഇൻ ഔട്ടർമോസ്റ്റ് ഷെല്ല്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ളത് ആരുടെ കേസിലാണ്? സി. ഇപ്പോൾ എളുപ്പം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിനും കൂടെ സൈഡ് എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. വിച്ച് എലമെന്റ് ഹാസ് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി?
ലോവസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ അയോണീകരണ ഊർജ്ജം ഏറ്റവും കുറവ് കാണിക്കപ്പെടുന്നത് ആരാണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് അയോണീകരണ ഊർജ്ജം ഏറ്റവും കുറവ് കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് എസ് ബ്ലോക്ക് എലമെന്റ് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? എയും ജിയും ആണ്. നമ്മൾ നേരത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റലൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? എയും ജിയും ആയിരുന്നു ഏതെന്ന് പറയുന്നത് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി കാണപ്പെടുന്ന എലമെന്റ്സ് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ നിങ്ങളോട് ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കാണത്തുള്ളൂ. അപ്പോൾ നോക്കുക, എസ് ബ്ലോക്ക് എലമെന്റ് അവസാനത്തെ ഇലക്ട്രോൺ എച്ച് സബ്ഷെല്ലിൽ ഇരിക്കുമ്പോൾ അവയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ആരുടെ കേസിലാണ് വരുന്നത് നോക്കുക, അവരാണ് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി അയോണീകരണ ഊർജ്ജം കുറവ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ എയും ജിയും ആണ് അയണൈസേഷൻ എനർജി അയോണീകരണ ഊർജ്ജം കുറവ് കാണിക്കുന്ന 2 എലമെന്റ്സ്. ഇതിനകത്ത് ആരൊക്കെയാണ്? എയും ജിയുമാണ്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം, ലോവസ്റ്റ് അയണൈസേഷൻ എനർജി കാണിക്കുന്ന 2 എലമെന്റ്സ് ഉണ്ടല്ലോ എന്ന്, ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ പോരെയെന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ 2 എഴുതാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ 2 പേരും ഒരു ഗ്രൂപ്പിൽ വരുന്നവരാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇനി ഗ്രൂപ്പ് 1 ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു മൂലകം ഉണ്ടായിരുന്നെങ്കിൽ, എലമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരെ മാത്രമേ ഇവിടെ എഴുതത്തുള്ളായിരുന്നു. ലോവസ്റ്റ് അയണൈസേഷൻ എനർജി ഉള്ള എലമെന്റ് ആയിട്ട് അവരെ മാത്രമേ എഴുതത്തുള്ളൂ. ഇവിടെ 2 പേരും എന്താണ്? ഗ്രൂപ്പ് 2 ഉൾപ്പെടുന്നവരാണ്. അത് എസ് ബ്ലോക്ക് എലമെന്റ്സും ആണ്. അതുകൊണ്ടാണ് ഇവർ 2 പേരെ എഴുതാൻ കാരണം. അപ്പോൾ ഓർത്തോളുക, എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ആണുള്ളത്. എസ് ബ്ലോക്ക് എലമെന്റ്സ് അയോണീകരണ ഊർജ്ജം കുറവുള്ള ആൾക്കാരാണ്. ലോവസ്റ്റ് അയണൈസേഷൻ എനർജി കാണിക്കുന്നവരാണ് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ആയ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതിൽ ഏറ്റവും കുറവ് കാണിക്കുന്നത് ഗ്രൂപ്പ് 1 ആണ്. ഇപ്പോൾ ഗ്രൂപ്പ് 1ൽ നിന്ന് കൂടിയാണ് പി ബ്ലോക്ക് എലമെന്റ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം ആര് കാണിക്കുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് മൂലകങ്ങൾ കാണിക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അയോണീകരണ ഊർജ്ജം 6 വേണം എഴുതാൻ. ഗ്രൂപ്പ് 1ലുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ അതായിരിക്കണം ആൻസർ ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. മോസ്റ്റ് മെറ്റൽസ് ആർ ഫൗണ്ട് ഇൻ നേച്ചർ ഇൻ എ കമ്പൈൻഡ് സ്റ്റേറ്റ് ആസ് മിനറൽസ്. മിക്ക മെറ്റൽസും നമ്മൾ പ്രകൃതിയിൽ കാണുന്നത് കമ്പൈൻഡ് സ്റ്റേറ്റിലാണ്. അവരെ നമ്മൾ മിനറൽസ്, ധാതുക്കൾ എന്നാണ് വിളിക്കുന്നത്. ദി മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഇസ് എക്സ്ട്രാക്റ്റഡ്, ഏത് ധാതുക്കളിൽ നിന്നാണോ ലോഹത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഓർ എന്ന് വിളിക്കുന്നത്. അയിര്, ORE, ഓർ. ദി പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ ഈസ് നോൺ ആസ് മെറ്റലർജി. ഓറിൽ നിന്ന് മെറ്റലിനെ, ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് മെറ്റലർജി എന്ന് പറയുന്നത്. മെറ്റലർജിക്കൽ ഓപ്പറേഷൻ കൺസിസ്റ്റ് ഓഫ്, മെറ്റലർജിക്കൽ ഓപ്പറേഷൻ 3 ഓപ്പറേഷൻസ് ആണുള്ളത്. കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ, അയിരിന്റെ സാന്ദ്രത. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹങ്ങളെ വേർതിരിക്കുന്നത്. റിഫൈനിങ് ഓഫ് മെറ്റൽസ്, മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന 3ാമത്തെ ഓപ്പറേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇനി കോൺസെൻട്രേഷനിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ്. ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലീവിഗേഷൻ എന്ന് പറയും. ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. ഹൈഡ്രോളിക് വാഷിംഗ്, ലീവിഗേഷൻ എന്ന് പറയും. ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. ഇനി പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ആണ് കാൽസിനേഷനും റോസ്റ്റിംഗ്. കാൽസിനേഷൻ ആബ്സെൻസ് ഓഫ് എയറിലാണ്, റോസ്റ്റിംഗ് പ്രസൻസ് ഓഫ് എയറിലാണ്. കോൺസെൻട്രേറ്റഡ് ഓറിന് എയർ ഇല്ലാതെ, വായു ഇല്ലാതെ നടത്തുന്ന റിയാക്ഷനാണ് കാൽസിനേഷൻ. എയറിന്റെ പ്രസൻസ് കോൺസെൻട്രേറ്റഡ് ഓറിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് പലതരം ഉണ്ട്. ഹൈഡ്രോമെറ്റലർജി ഉണ്ട്, പൈറോമെറ്റലർജി ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്. ഇനി റിഫൈനിങ് മെത്തേഡ്, പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലിറ്റിക്, റിഫൈനിങ്. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലിറ്റിക്, റിഫൈനിങ്. When a zinc rod is dipped in copper sulfate solution, the following observations are found. Copper is deposited on zinc. The intensity of color of the copper sulfate solution decreases. Which metal is more reactive? സിങ്കും കോപ്പർ എടുക്കും, അതിൽ കൂടുതൽ റിയാക്റ്റീവ് ആരാണ്? സിങ്ക് ആണ്. In the intensity of color of the copper sulfate solution decreases. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളറ് മങ്ങിയതായിട്ട്, ബ്ലൂ കളറാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. അതെന്തുകൊണ്ടാണ്? It is due to the decrease in the concentration of copper 2+ ions in the solution. സൊല്യൂഷനുള്ളിലുള്ള കോപ്പർ 2+ അയോണുകളുടെ കോൺസെൻട്രേഷൻ
കുറഞ്ഞത് കാരണമാണ് ആ കളറ് കുറയുവാൻ കാരണമായത്. റൈറ്റ് ദി കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദി റിയാക്ഷൻ. റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം ആരൊക്കെ തമ്മിൽ റിയാക്ട് ചെയ്ത്? കോപ്പർ സൾഫേറ്റ് CuSO4ഉം Zn. അവിടെ പിന്നെ എന്താ സംഭവിച്ചു? ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. ZnSO4 പ്ലസ് Cu ആയി. അടുത്ത ചോദ്യം, ദി സിംബൽസ് ഓഫ് സം ഫെമിലിയർ മെറ്റൽസ് ആർ ഗിവൻ ബിലോ. Fe അയൺ, Mg മഗ്നീഷ്യം, Cu കോപ്പർ, Na സോഡിയം, Ag സിൽവർ, Al അലൂമിനിയം. വിച്ച് മെറ്റൽ റിയാക്ട്സ് വിത്ത് കോൾഡ് വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ? ഏത് മെറ്റലാണ് തണുത്ത വെള്ളം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ്? സോഡിയം. എണ്ണയാണ് കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജന്. ആരാണ്? എണ്ണ. ഓർത്ത് വെച്ചോളാം, എണ്ണയാണ് കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദി റിയാക്ഷൻ ഓഫ് Fe വിത്ത് വാട്ടർ? വാട്ടറുമായിട്ടുള്ള Feയുടെ റിയാക്ഷൻ എങ്ങനെ, രാസപ്രവർത്തനം എങ്ങനെയാണെന്നാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. Fe ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഐദർ കോൾഡ് വാട്ടർ ഓർ ഹോട്ട് വാട്ടർ. ചൂടുവെള്ളമായിട്ടോ തണുത്ത വെള്ളവുമായിട്ടോ Fe അയൺ റിയാക്ട് ചെയ്യത്തില്ല. ബട്ട് റിയാക്ട്സ് വിത്ത് സ്റ്റീം അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലയിലുള്ള സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്താണ് അത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ Feയുടെ കാര്യം ആലോചിച്ചോണം. Fe കോൾഡ് വാട്ടറുമായിട്ടോ തണുത്ത വെള്ളമായിട്ടോ ഹോട്ട് വാട്ടറുമായിട്ടോ റിയാക്ട് ചെയ്യത്തില്ല Fe അയൺ. പക്ഷേ ഹയർ ടെമ്പറേച്ചറിലുള്ള ഉയർന്ന താപനിലയിലുള്ള സ്റ്റീമുമായിട്ട് അത് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. വിച്ച് മെറ്റൽ റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ബബിൾസ്? ഏത് മെറ്റലാണ് ചൂടുവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ ബബിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ചൂടുവെള്ളവുമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? മഗ്നീഷ്യമാണ്. ആരാണ്? മഗ്നീഷ്യമാണ് ചൂടുവെള്ളവുമായിട്ട് പ്രവർത്തിക്കുന്നത്. സോഡിയം തണുത്ത വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാണ് ഹൈഡ്രജൻ ഗ്യാസിനെ ഉണ്ടാക്കുന്നത്. മഗ്നീഷ്യം ആണെങ്കിൽ ചൂടുവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താണ് ഹൈഡ്രജൻ ബബിൾസ് ഉണ്ടാകുന്നത്. Fe ആണെങ്കിൽ ചൂടുവെള്ളവുമായിട്ടോ തണുത്ത വെള്ളവുമായിട്ടോ പ്രവർത്തിക്കില്ല. പക്ഷേ അത് ഹൈ ടെമ്പറേച്ചറിലുള്ള സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. റൈറ്റ് ദി ഗിവൺ മെറ്റൽസ് ഇൻ ദി ഓർഡർ ഓഫ് ദർ റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ എഴുതാം. ആദ്യം എന്താണ്? സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, അയൺ, കോപ്പർ, സിൽവർ. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, അയൺ, കോപ്പർ, സിൽവർ. ഓക്കെ. Ag എന്ന് പറയുന്ന സിൽവർ ആണ്, Cu കോപ്പർ ആണ്, Fe അയൺ ആണ്, Al അലൂമിനിയം ആണ്, Mg മഗ്നീഷ്യം ആണ്, Na സോഡിയവുമാണ്. ഓക്കെ, മനസ്സിലായല്ലോ. നെയിം ദി ഓർ ഓഫ് അയൺ. അയണിന്റെ ഓർ ഏതാണ്? ഹേമറ്റൈറ്റ്. ഏതാണ് അയണിന്റെ ഓർ? ഹേമറ്റൈറ്റ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽസ് ഈസ് പ്യൂരിഫൈഡ് ബൈ ദി ഡിസ്റ്റിലേഷൻ മെത്തേഡ്? ഡിസ്റ്റിലേഷൻ മെത്തേഡ് കൊണ്ട് ഏത് മെറ്റലിനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നതെന്ന്? ടിന്നുണ്ട്, ലെഡ് ഉണ്ട്, സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്. ഏതിനെയാണ്? സിങ്കിനെ. ഏതിനെയാണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ് വഴി പ്യൂരിഫൈ ചെയ്യുന്നത്? സിങ്ക്. അടുത്തത്, നെയിം ദി പ്രോസസ് യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തെ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഹാൽ ഹെറോൾഡ് പ്രോസസ്. ഹാൽ ഹെറോൾഡ് പ്രോസസ്. ഓർത്തു വെച്ചോളുക. അലൂമിനിയം പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ഹാൽ ഹെറോൾഡ് പ്രോസസ്. അടുത്തത്, ബോക്സൈറ്റ് ഈസ് ദി ഓർ ഓഫ്. ഏതിൻ്റെ ഓറാണ് ബോക്സൈറ്റ്? അലൂമിനിയത്തിൻ്റെ ഓറാണ്. ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബോക്സൈറ്റിനെ സാന്ദ്രീകരിക്കുന്ന രീതിയാണ് ലീച്ചിങ്. ലീച്ചിങ് പ്രോസസ്സിന് എക്സാമ്പിളാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ലീച്ചിങ് ഓർത്തോളുക, ലീച്ചിങ്. ഇപ്പോൾ ബോക്സൈറ്റ് ഈസ് ദി ഓർ ഓഫ് അലൂമിനിയം. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദി കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് ഓർസ്? സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതി എന്താണ്? ഫോർത്ത് ഫ്ലോട്ടേഷൻ. എന്താണ്? ഫോർത്ത് ഫ്ലോട്ടേഷൻ ആണ് സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതി. ഫോർത്ത് ഫ്ലോട്ടേഷൻ ആണ്. ബോക്സൈറ്റ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ്. അത് ഏതിൻ്റെ ഓറാണ്? അലൂമിനിയം. ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന അയണിൻ്റെ ഓറാണ്. സിങ്കിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന ഡിസ്റ്റിലേഷൻ മെത്തേഡാണ്. അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷനെ പറയുന്നത് ഹാൽ ഹെറോൾഡ് പ്രോസസ് എന്നാണ്.
ദി മിനറൽ ഫ്രം വിച്ച് മെറ്റൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഇസ് കോൾഡ്. ഏത് ധാതുക്കളിൽ നിന്നാണോ നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, മിനറലിൽ നിന്നാണോ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർ എന്ന് വിളിക്കും. അടുത്ത ചോദ്യം നോക്കാം. അലൂമിനിയം ഈസ് മിക്സഡ് വിത്ത് ക്രയോലൈറ്റ്. അലൂമിനിയം നമ്മൾ ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. ആൻഡ് സബ്ജക്റ്റ് ടു ഇലക്ട്രോളിസിസ്. എന്നിട്ട് വൈദ്യുതി കടത്തി വിട്ട് നമ്മൾ അലൂമിനിയത്തെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നു. വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലൂമിനിയം? എന്തുകൊണ്ടാണ് അലൂമിനിയയിലേക്ക് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ്? ആസ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ഈസ് വെരി ഹൈ. അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു ലോവർ ഇറ്റ്. ക്രയോലൈറ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻക്രീസ് ദി ഇലക്ട്രിക്കൽ. അതുപോലെ തന്നെ വൈദ്യുതി ചാലകത, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനും സഹായിക്കുന്നു. ഇപ്പോൾ ക്രയോലൈറ്റ് അലൂമിനയിൽ ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം മെൽറ്റിംഗ് പോയിന്റ് അലൂമിനയുടെ വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്. ഇപ്പോൾ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത് കാരണം അത് കുറയുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ചാലകത കൂടുന്നു, ഇൻക്രീസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. വിച്ച് ആർ ദി അയോൺസ് പ്രസന്റ് ഇൻ അലൂമിന? അലൂമിനയിലുള്ള അയോൺസ് ഏതൊക്കെയാണ്? Al3+, O2-. ഏതൊക്കെയാണ് അലൂമിനയിലുള്ള അയോൺസ്? Al3+ഉം O2-. ഏതൊക്കെയാണ്? Al3+ഉം O2-ഉമാണ് അലൂമിനയിലുള്ള അയോൺസ്. Al3+ഉം O2-ഉം. Al3+ഉം O2-ഉം ആണ് അയോണുകൾ അലൂമിനയിൽ ഉള്ളത്. ഇനി റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി റിഡക്ഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദി നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് Al. എന്താണ്? Al3++ റിഡക്ഷൻ ആണ്. അപ്പോൾ Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് അലൂമിനിയം. നെഗറ്റീവ് ഇലക്ട്രോണിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് അലൂമിനിയം. അലൂമിനിയയിലുള്ള 2 അയോൺസ് ആണ് Al3+ഉം O2-. Some metals and the refining methods are given. Match the appropriate pairs. കുറച്ച് ലോഹങ്ങളും അവരെ വേർതിരിക്കുന്ന റിഫൈനിങ് മെത്തേഡ്സും തന്നിട്ടുണ്ട്. മാച്ച് ദി അപ്പോൾ കറക്റ്റായിട്ടുള്ളത് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ടിന്ന് എന്താ ഏത് വഴിയാണ്? ലിക്വേഷൻ. ഏതാണ്? ലിക്വേഷൻ വഴിയാണ് ടിന്ന് റിഫൈൻ ചെയ്യുന്നത്. ഏതാണ്? ലിക്വേഷൻ. കോപ്പർ ഏത് വഴിയാണ്? ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് വഴി. ഏത് വഴിയാണ്? ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് വഴിയാണ് കോപ്പറിനെ നമ്മൾ റിഫൈൻ ചെയ്ത് ശുദ്ധീകരിക്കുന്നത്. സിങ്ക് ഡിസ്റ്റിലേഷൻ വഴിയാണ് സിങ്കിനെ റിഫൈൻ ചെയ്യുന്നത്. ടിന്ന് എന്ന് പറയുന്നത് Sn ആണ്. ടിന്നിനെ നമ്മൾ ലിക്വേഷൻ വഴിയാണ് റിഫൈൻ ചെയ്യുന്നത്. കോപ്പറിനെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് വഴിയാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്നത്. സിങ്കിനെ നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി. സിങ്കിനെ ഏത് വഴിയാണ്? ഡിസ്റ്റിലേഷൻ വഴി. അടുത്ത ചോദ്യം നോക്കാം. ഹേമറ്റൈറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അയോൺ ബൈ റിയാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന റിയാക്ഷൻ വഴിയാണ് ഹേമറ്റൈറ്റ് ആണ് അയണായി മാറുന്നത്. ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന അയണിൻ്റെ അയിരാണ്, ഓറാണ്. വിച്ച് സബ്സ്റ്റൻസ് ആക്ട് ആസ് ദി റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദിസ് പ്രോസസ്? അപ്പോൾ ഹേമറ്റൈറ്റിനെ അയണാക്കി മാറ്റുന്ന ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രോസസ്സിൽ ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, നിരോധകാരിയായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? കാർബൺ മോണോക്സൈഡ്. ആരാണ്? കാർബൺ മോണോക്സൈഡ്, CO. കാർബൺ മോണോക്സൈഡ്, CO. Molten iron is produced along with slag from the furnace. What is slag? Slag എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ചർ ഓഫ് ഫ്ലക്സ് ആൻഡ് ഗാങ്. ഫ്ലക്സും ഗാങ്ങിൻ്റെ മിശ്രിതത്തെയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത്. മിക്സ്ചർ ഓഫ് ഫ്ലക്സ് ആൻഡ് ഗാങ്. മിക്സ്ചർ ഓഫ് ഫ്ലക്സ് ആൻഡ് ഗ്യാങ്. ഫ്ലക്സ് ആൻഡ് ഗ്യാങ് ആണ് സ്ലാഗ് എന്ന് പറയുന്നത്. സ്ലാഗ് എന്ന് പറയുന്നത് എന്താ? മിക്സ്ചർ ഓഫ് ഫ്ലക്സ് ആൻഡ് ഗ്യാങ്. അപ്പോൾ സ്ലാഗ് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എഴുതാം. CaO + SiO2 ഗീവ്സ് CaSiO3. ഇവരെല്ലാവരും കൂടെ കൂട്ടി അങ്ങ് എഴുതുക. CaO കാൽഷ്യം ഓക്സൈഡ് പ്ലസ് SiO2 ഗീവ്സ് CaSiO3. CaO പ്ലസ് ഫ്ലക്സ് പ്ലസ് ഗ്യാങ് ഗീവ്സ് CaSiO3. ഓർത്തോളുക, CaO പ്ലസ് SiO2. അപ്പോൾ ഇത് കൂട്ടി എഴുതുമ്പോൾ എന്തൊക്കെ വരും? CaO SiO എത്ര ഉണ്ട്? 3 ഉണ്ട്. O3. മനസ്സിലായോ?
ഫ്ലെക്സ് പ്ലസ് ഗ്യാങ് ഈക്വൽ സ്ലാഗ് ആണ്. അപ്പോൾ CaO പ്ലസ് SiO2 ഗീവ്സ് CaSiO3. ഇത് മൊത്തം കൂടെ കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. കാൽഷ്യം 1, സിലിക്കൺ Si1, ഓക്സിജൻ 3 ഉണ്ട്. അപ്പോൾ CaSiO3 എന്ന് വരും. അടുത്ത ചോദ്യം നോക്കാം. മോൾട്ടൺ അയൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഫർണസ് കണ്ടെയ്ൻസ് 4% കാർബൺ ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. മോൾട്ടൺ അയോൺ നമ്മൾ ഫർണസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതിൽ നിന്ന് 4% കാർബണും ഉണ്ട്, വേറെ ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. വാട്ട് ഈസ് ദിസ് നോൺ ആസ്? അതിന് എന്തെന്നാണ് വിളിക്കുന്നത്? പിഗ് അയൺ എന്നാണ് വിളിക്കുന്നത്. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ആദ്യം കിട്ടുന്ന മോൾട്ടൺ അയൺ ആണ്. ആ മോൾട്ടൺ അയണിൽ 4% കാർബണും ബാക്കി ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. അപ്പോൾ അവയെ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ. എന്താണ്? പിഗ് അയൺ. നെയിം ദി അലോയ് ഓഫ് സ്റ്റീൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. കാന്തങ്ങൾ ഉണ്ടാകാം, പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ, അലോയ് ഓഫ് സ്റ്റീൽ ഏതാണ്? അൽനിക്കോ. എന്താണ്? അൽനിക്കോ. അൽനിക്കോ. സി some alloy steels contain the same components. How do they possess different properties? ചില അലോയ് സ്റ്റീൽസിൽ ഒരേ കമ്പോണൻസ് ആയിരിക്കും, പക്ഷേ അവർ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം എന്താണ്? ബൈ വേരിങ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി കമ്പോണൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ പ്രൊപ്പോർഷൻ, ക്വാണ്ടിറ്റി വേരി ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ബൈ വേരിങ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി കമ്പോണൻസിൻ്റെ പ്രൊപ്പോർഷൻ, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രമാത്രം ഉണ്ടോ അത് ഓരോ സാധനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ അലോയ് സ്റ്റീൽസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ബൈ വേരിങ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി കമ്പോണൻസ്. ബൈ വേരിങ് ദി പ്രൊപ്പോർഷൻ ഓഫ് ദി കമ്പോണൻസ്. പ്രൊവൈഡ് suitable methods for refining metal based on the following criteria. When the metal easily vaporizes. എപ്പോഴാണ് മെറ്റൽ ഈസിലി വേപ്പറൈസ്? ഡിസ്റ്റിലേഷൻ നടക്കും. എപ്പോഴാണ്? ഡിസ്റ്റിലേഷൻ നടക്കുമ്പോഴാണ് മെറ്റൽ പെട്ടെന്ന് വേപ്പറൈസ് ആണ്. വെൻ ദി മെറ്റൽ ഹാസ് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ലോ മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴാണ് ലോഹത്തിന് വരുന്നത്? ലിക്വേഷൻ പ്രോസസ്സിലാണ് മെറ്റലിന് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ലോഹത്തിന് വെരി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഫോർ ദി റിഫൈനിങ് ഓഫ് കോപ്പർ റിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? മെറ്റൽ ഈസിലി വേപ്പറൈസ്, നീരാവിയായി പോകുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ഡിസ്റ്റിലേഷൻ മെത്തേഡ്. ലിക്വേഷൻ മെറ്റലിന് വെരി ലോ, ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളപ്പോഴാണ്, ലോഹത്തിന് വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളപ്പോഴാണ് ലിക്വേഷൻ പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. കോപ്പർ റിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. ഏതാണ്? ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. ലിക്വേഷൻ എക്സാമ്പിൾ എന്തായിരുന്നു? നമ്മൾ പഠിച്ചായിരുന്നു ടിൻ SN. ഡിസ്റ്റിലേഷൻ എക്സാമ്പിൾ സിങ്ക് ZN. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോൺസെൻട്രേറ്റഡ് ഓർ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഇൻറ്റു ഇറ്റ്സ് ഓക്സൈഡ്സ് ബൈ കാൽസിനേഷൻ റോസ്റ്റിംഗ്. കോൺസെൻട്രേറ്റഡ് ഓറിനെ നമുക്ക് ഓക്സൈഡ് ആക്കി മാറ്റാം കാൽസിനേഷനും റോസ്റ്റിംഗ് വരെ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. കാൽസിനേഷൻ റോസ്റ്റിംഗ് ഇതാണ് ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദി ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. എന്താണ്? തന്നിരിക്കുന്ന ഓറിനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. എപ്പോഴാണ്? ആബ്സെൻസ് ഓഫ് എയറിൻ്റെ അഭാവത്തിൽ, എയർ ഇല്ലാത്ത വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ് നമ്മൾ കാൽസിനേഷൻ നടക്കുന്നത്. അറ്റ് എ ടെമ്പറേച്ചർ, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ താഴെയുള്ള ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ കാൽസിനേഷൻ നടത്തുന്നത്. കാൽസിനേഷൻ ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദി ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. ഓർത്തോണം, കാൽസിനേഷൻ ആബ്സെൻസ് ഓഫ് എയറിലാണ്, അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. റോസ്റ്റിംഗ് എപ്പോഴാണ്? പ്രസൻസ് ഓഫ് എയർ. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിലും റോസ്റ്റിംഗ് വായുവിൻ്റെ സാന്നിധ്യത്തിലും നടത്തുന്നതാണ് റോസ്റ്റിംഗും കാൽസിനേഷൻ വായുവിൻ്റെ അസാന്നിധ്യത്തിലും. ഇപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദി ഓർ ഇൻ ദി പ്രസൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഓഫ് ദി ഓർ ഇൻ ദി പ്രസൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. നെയിം ദി ഓർസ് വിച്ച് ആർ യൂഷ്വലി സബ്ജക്ട് ടു കാൽസിനേഷൻ. കാൽസിനേഷൻ നടത്തുന്ന ഓർസിന് എക്സാമ്പിൾ കാർബണേറ്റ് ഓർസ്. എന്താണ്? കാർബണേറ്റ് ഓർസ്. എന്താണ്? കാർബണേറ്റ് ഓർസ് ആണ്. കാൽസിനേഷന് കൂടുതലും നടത്തുന്നത് കാർബണേറ്റ് ഓർസിനെയാണ്. എന്താണ്? കാർബണേറ്റ് അയിരുകൾ, കാർബണേറ്റ് ഓർസ്. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് എയർ നടത്തുന്നതാണ്, ചൂടാക്കുന്ന പ്രക്രിയയാണ്. പ്രസൻസ് ഓഫ് എയർ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ നടത്തുന്നതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.